ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. NIOS-ന്റെ സോഷ്യോളജിയുടെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കയറി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോഷ്യോളജിയിലെ ചാപ്റ്റർ 7 ആയിട്ടാണ്. 6 ചാപ്റ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 7ാമത്തെ ചാപ്റ്റർ ആണ്. 7ാമത്തെ ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ടീച്ചർ ഇതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. എന്തായാലും സംശയം, നിങ്ങളെ തെറ്റു പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ അടുപ്പിച്ചൊരു 3-4 ചാപ്റ്ററോളം, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സോഷ്യോളജി ഈ സെക്ഷനിൽ എല്ലാം ഒരുപോലെ, അതായത് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. സൊസൈറ്റിയിലെ മാറ്റങ്ങള്, സൊസൈറ്റിയിലെ ഗ്രൂപ്പ്സ്, സൊസൈറ്റിയിലുള്ള ക്രൗഡ്, മോബ്, അതുപോലെ തന്നെ ഇന്നും സോഷ്യോളജിയിൽ പറയുന്നത് എന്താണ്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം അല്ലെ. സമൂഹത്തിലെ ഘടനയെ കുറിച്ച്, അതുപോലെ തന്നെ അതിന്റെ സാമൂഹ്യ സിസ്റ്റത്തെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ സംശയമൊന്നും ഉള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിലോട്ട് അറിയിക്കാം. നിങ്ങളുടെ കമന്റുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠനം ഉഷാറാക്കുക. അപ്പോൾ ചാപ്റ്റർ 7 സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം. ഇതില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് സാമൂഹ്യ ഘടന, വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ, ഡെഫിനേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ എഴുതണം എന്താണ് സോഷ്യൽ. അല്ലാതെ പറയുവാണെങ്കിൽ എങ്ങനെ എഴുതും? സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഒരു ഘടനയുണ്ട്. അതനുസരിച്ചല്ലേ സമൂഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പറയും, നീ വീട്ടിൽ കാണിക്കുന്നത് പോലെ പുറത്തിറങ്ങി കാണിക്കാൻ പാടില്ല. അത് തന്നെയാണ്, അത്ര ഓർത്ത് വെക്കാം. ഓക്കെ, അത്ര ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടും. നോക്കിക്കേ, എന്താണ് വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്ത ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി വ്യക്തികളുടെ ക്രമീകരണമാണ് സാമൂഹ്യ ഘടന. ഇപ്പൊ കിട്ടിയാലോ സംഭവം എന്താണെന്ന്. സിമ്പിൾ വേയിൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാണിക്കുന്നതല്ല, പുറത്ത് കാണിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ എങ്ങനെയാ പറയുന്നത്, സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് എന്താണ്? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യുകയാണ് അല്ലെ. നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്ത ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി വ്യക്തികളുടെ ക്രമീകരണമാണ്. നമുക്കൊരു ഓർഡർ ഉണ്ട് അല്ലെ, ഒരു ഓർഡർ ഉണ്ട്, ഒരു ക്രമീകരണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ ഘടന എന്ന് വിളിക്കുന്നത്. അപ്പൊ ചാപ്റ്റർ 7 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്ത ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണമാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഈ സോഷ്യോളജിയിൽ വളരെ എളുപ്പമാണ് അല്ലെ. സോഷ്യോളജി എന്ന് പറയുന്നത് മാർക്ക് എടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സാമിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സോഷ്യൽ സ്ട്രക്ചർ ചോദിക്കും, സോഷ്യൽ സ്ട്രക്ചർ തന്നെ എഴുതുക. സോഷ്യൽ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് തന്നെ എഴുതുക. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്, സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സോഷ്യൽ ഗ്രൂപ്പ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ. അതിൽ കുറെ ടൈപ്സ് പഠിച്ചു, അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. സോഷ്യൽ ഗ്രൂപ്പ് എത്ര എടുത്തിരിക്കുന്നുണ്ട്? 3 എടുത്തിരിക്കുന്നുണ്ട്. പ്രൈമറി ഗ്രൂപ്പ് എന്നും സെക്കൻഡറി ഗ്രൂപ്പ് എന്നും ടെറിട്ടറി ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ തന്നെയാണ് ഇതിലും എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നേ, വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ നമ്മെ എന്ത് ചെയ്യുകയാണ്, നിയന്ത്രിക്കുകയാണ്, കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിർവചിക്കപ്പെടുകയോ ചെയ്യുന്ന ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വ്യക്തികളുടെ ക്രമീകരണത്തെയാണ് സാമൂഹ്യ ഘടന എന്ന് വിളിക്കുന്നത്. ഒരു ഘടനയുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ലേ. സൊസൈറ്റിയിൽ എന്തുണ്ട്, ഒരു ഘടനയുണ്ട്. അതനുസരിച്ചാണ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്തൊക്കെയാണ് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കാം ഒരു സോഷ്യൽ സ്ട്രക്ചറിന്? സുസ്ഥിര വശമാണ് അല്ലെ. സുസ്ഥിരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നിലനിന്ന് പോവുകയാണ് അല്ലെ, സുസ്ഥിര വശമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. മനുഷ്യന് എന്തുണ്ട്, കുറെ നീഡ് ഉണ്ട് അല്ലെ, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറെ നീഡ്സ് ഉണ്ട്, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ്. പിന്നെ എന്താണ്, മനുഷ്യന്റെ പദവിയും പങ്കും മനസ്സിലാക്കുന്നു. മനുഷ്യന്റെ പദവിയും പങ്കും എന്ന് പറയുമ്പോൾ റോൾ ആൻഡ് സ്റ്റാറ്റസ്. റോള് വേറെയാണ്, സ്റ്റാറ്റസ് വേറെയാണ്. നമുക്ക് അതിനെ കുറിച്ച് വഴിയെ പഠിക്കാം, ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ റോള് അതുപോലെ തന്നെ സ്റ്റാറ്റസും എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. സമുദായം, സംഘങ്ങൾ, സമാജങ്ങൾ, സംഘടനകൾ എന്നിവയാണ് സാമൂഹ്യ ഘടന ഉണ്ടാക്കിയെടുക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നെങ്കിൽ എന്തൊക്കെ വേണം? സമുദായം വേണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് സംഘങ്ങൾ വേണം, അതുപോലെ തന്നെ സമാജങ്ങൾ, സംഘടനകൾ, ഇതൊക്കെയാണ് ഒരു സോഷ്യൽ സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ട് പങ്ക് വഹിക്കുന്നത്. പിന്നെ രീതി,
കുറെ രീതിയുണ്ട് അല്ലെ, നമുക്ക് കുറെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? കസ്റ്റംസ്, പിന്നെ വാല്യൂസ്, മൂല്യങ്ങളുണ്ട്. സമൂഹത്തിൽ നമുക്ക് കുറെ, ഞാൻ പറയട്ടെ, നമ്മൾ എത്ര വർഷം ജീവിച്ചു എന്നല്ല അല്ലെ, എത്ര വർഷം ജീവിക്കാൻ നമുക്ക് പറ്റും അല്ലെ, ജീവജാലങ്ങളെ പോലെ അതുപോലെ തന്നെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ ജീവിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എത്ര വർഷം ജീവിക്കുന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നാണ് അല്ലെ, വാല്യൂ ഉള്ളവരായിട്ട് ജീവിക്കേണ്ടത്. കലാം, നമ്മുടെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് APJ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആയാലും അദ്ദേഹത്തിന്റെ എത്തിക്സ് ആയാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളായാലും ഒരു വാല്യൂസ് ഉണ്ട് അല്ലെ, നമുക്ക് കുറെ പഠിപ്പിക്കലുകൾ തന്നിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് പോയിട്ടുള്ളത് അല്ലെ. അതുപോലെ നമ്മുടെ ഗാന്ധിജി, അങ്ങനെ മദർ തെരേസ, ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പൊ വാല്യൂസ് അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കാനായിട്ട് കഴിയണം അല്ലെ. നമുക്ക് എത്രത്തോളം നമുക്ക് ജീവിക്കാം, ആണെങ്കിൽ വർഷങ്ങളോളം ജീവിക്കാം അല്ലെ, അസുഖമൊന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങ് കഴിയും അല്ലെ. അതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നാണ്. സമൂഹത്തിൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളും അല്ലെങ്കിൽ വാല്യൂസ് ആയിട്ടുള്ളവരായിട്ട് ജീവിക്കണ്ടേ. എത്രത്തോളം ജീവിച്ചു അല്ലെങ്കിൽ എത്ര വർഷം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു. ചിലപ്പോ നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോ 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ പോട്ടെ ഒരു 30 വർഷമോ 35 വർഷമൊക്കെ ആണെങ്കിൽ പോലും എങ്ങനെ ജീവിച്ചു എന്നല്ലേ ചോദിക്കാനുള്ളത്. അത്രയും വർഷം നമ്മൾ ഇന്നിരുന്ന ലോകത്തുനിന്ന് പോയാൽ അത് നല്ലൊരു കുഞ്ഞായിരുന്നു അല്ലെങ്കിൽ നല്ലൊരാളായിരുന്നു എന്ന് നമ്മൾ നല്ലത് എന്നിപ്പോ എല്ലാ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കണമെന്നല്ല, കുറച്ച് വാല്യൂസ് ആയിട്ടുള്ളവരായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? രീതികൾ, ആചാരങ്ങൾ, മൂല്യങ്ങൾ ഇവയെല്ലാം എന്നിൽ ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പരസ്പര ബന്ധിതമാണ്, ടു കണക്റ്റഡ് ആണ്. ഇത് എങ്ങനെയാ ചെയ്യുന്നത്? സോഷ്യൽ സ്ട്രക്ചർ പരസ്പരം ബന്ധിതമാണ്. ഒരു ശൃംഖല എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചെയിൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റഡ് ആണ്. സോഷ്യൽ സ്ട്രക്ചർ ആയിട്ട് പരസ്പര ബന്ധമായിട്ട് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോഷ്യൽ സ്ട്രക്ചർ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവുന്നുണ്ടോ? സാമൂഹ്യ ഘടനയും അതിന്റെ സവിശേഷതകളുമാണ്. സാമൂഹ്യ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹികമായി നിർവചിക്കപ്പെടുകയോ ചെയ്ത ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി വ്യക്തികളുടെ ക്രമീകരണമാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. സാമൂഹ്യ ഘടന എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്? സുസ്ഥിരമാണ് അല്ലെ, അത് സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അധിഷ്ഠിതമാണ്, മനുഷ്യന് കുറച്ച് നീഡുണ്ട്, പിന്നെ റോളും സ്റ്റാറ്റസും എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുന്നുണ്ട്. സമുദായം, സംഘങ്ങൾ, സമാജങ്ങൾ, സംഘടനകൾ എന്നിവയ്ക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? രീതി, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വാല്യൂസ് അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വാല്യൂസ്, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്, സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. പരസ്പര ബന്ധിതമാണ്, കണക്റ്റഡ് ആണ് അല്ലെ, പരസ്പര ബന്ധിതമാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. അപ്പൊ കുറച്ചുകൂടി യൂസ് ആയിരിക്കും. നിങ്ങളെ എക്സാം ഹാളിൽ കയറും മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വലിയ നോട്ട് പാഡുകളോ അല്ലെങ്കിൽ വലിയ നോട്ട് ബുക്കുകളും വലിയ എടുത്താ പൊങ്ങാത്ത പുസ്തകങ്ങളായിട്ട് പോകുന്നതിനേക്കാളും നിങ്ങൾ എഴുതി വെച്ച സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന കാര്യങ്ങൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? യൂസ് ആക്കാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പോയിന്റ് എഴുതി തന്നെ പഠിക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ സിസ്റ്റം, സോഷ്യൽ സ്ട്രക്ചർ ആണ് പഠിച്ചത്. മാറിപ്പോകരുതേ കുഞ്ഞുങ്ങളെ, എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. സോഷ്യൽ സ്ട്രക്ചർ വേറെയാണ്, സോഷ്യൽ സിസ്റ്റം വേറെയാണ്. സോഷ്യൽ സ്ട്രക്ചർ പഠിച്ചു അല്ലെ, നമ്മളൊരു ക്രമീകരണം, ഒരു നിയന്ത്രണം. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹ്യ സംവിധാനമുണ്ട് അല്ലെ. ഈ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. പരസ്പരം ഇടപെടുന്ന കുറെ ആളുകൾക്കോ അല്ലെ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഗമോ ആണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. പരസ്പരം ഇടപെടുന്ന അല്ലെ, മനുഷ്യന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാൻ സോഷ്യൽ അനിമൽ ആണ് അല്ലെ, മാൻ ഇസ് എ സോഷ്യൽ അനിമൽ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവനെ മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധം പുലർത്താതിരിക്കുന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേര് വേറെ ആയിരിക്കും അല്ലെ. അവന് മെന്റലി എന്തോ അസുഖം ഉള്ള പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം മനുഷ്യൻ എങ്ങനെയാണ്? സഹജീവികളോട് എപ്പോഴും ബന്ധം പുലർത്തുന്നതാണ് അല്ലെ. എപ്പോഴും മനുഷ്യന് ഒരിക്കലും മിണ്ടാതിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ എപ്പോഴും എങ്ങനെയാണ്? പരസ്പരം ഇടപെടുന്ന കുറെ ആളുകളുടെ കൂട്ടമോ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഗമോ ആണ് സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അവർക്കൊരു പൊതുവായ സാംസ്കാരിക മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എക്സാമിന് ചോദിക്കുമ്പോൾ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം, ചിലപ്പോ എക്സാമിന് മാറിയും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? സാമൂഹ്യ സിസ്റ്റം അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ്? പരസ്പരം ഇടപെടുന്ന കുറെ ആളുകളുടെ കൂട്ടമോ, പരസ്പരം ഇടപെടുന്ന കുറെ ആളുകളുടെ കൂട്ടമോ അങ്ങനെയുള്ള ആൾക്കാരുടെ സംഘമോ. മനസ്സിലാവുന്നുണ്ടോ? പരസ്പരം ഇടപെടുന്ന കുറെ ആളുകളുടെ കൂട്ടമോ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഘമോ ആണ്, സംഘം അല്ലെ, ഗ്രൂപ്പ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സാമൂഹ്യ സംവിധാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി അതിനും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സവിശേഷതകളുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെ, വ്യക്തികൾ തമ്മിൽ എന്തുണ്ട്?
ഇടപെടലുകളുണ്ട്. ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ എന്തുകൊണ്ട് ഒരു ബന്ധമുണ്ട് അല്ലെ, പരസ്പര ഉപാധികളുണ്ട്, ആശ്രയത്വമുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ ചിലപ്പോൾ നമുക്ക് വീട്ടിലെ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിലെ നൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മൾ ആ സമയത്ത് ദൈവദൂതനെ പോലെ വരുന്നത്. അതാ പറയുന്ന ഒരു പരസ്പര ആശ്രയത്വം, ഒരു ഡിപ്പെൻസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതാണ് സാമൂഹ്യ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹ്യ സംവിധാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. ഇങ്ങനെയാണ്, പരസ്പരം ഇടപെടുന്ന കുറെ ആളുകളുടെ കൂട്ടമോ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഘമോ ആണ് സാമൂഹ്യ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. അടുത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ, വ്യക്തികൾ തമ്മിലുള്ള എന്തുണ്ട്, ഒരു ഇടപെടലുകളുണ്ട്, പരസ്പര ഉപാധികളുണ്ട്, ആശ്രയത്വം ഉണ്ട്, വളരെ എന്താണ് ഒരു ഡിപ്പെൻഡ് ആണ്. ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, വളരെ ഒരു ബന്ധം, ഒരു ആശ്രയത്വം കീപ്പ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ് സാമൂഹിക ക്രമീകരണം എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആളുകളുടെ ക്രമീകരണത്തെയാണ്. അതായത് ഇത് സിമ്പിൾ ആണ് പഠിക്കാൻ. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ ചോദിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അവിടെ ടീച്ചേഴ്സിന്, അത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ടീച്ചേഴ്സ് ആണോ? അല്ല. ഡോക്ടർ, നേഴ്സ്, അങ്ങനെ അറ്റൻഡർ, അങ്ങനെയുള്ള കുറച്ച് പൊസിഷനിലുള്ള ആൾക്കാരെയാണ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരാണ്? ടീച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പാള്, സ്റ്റുഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ക്രമീകരണം അല്ലെ, ഓരോന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇല്ലേ. ഇതാണ് പറയുന്നത് ആളുകളുടെ ക്രമീകരണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആളുകളുടെ ക്രമീകരണത്തെയാണ് എന്ന് വിളിക്കുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പള്ളികള്, സമപ്രായക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പിയർ ഗ്രൂപ്പ്സ് അല്ലെ. രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് അല്ലെ. രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്, ആളുകളുടെ ക്രമീകരണമാണ് അല്ലെ. ആളുകളുടെ ക്രമീകരണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ സ്ട്രക്ചർ എന്ന്, അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ആളുകളുടെ ക്രമീകരണമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ പാഠം വളരെ ചെറിയൊരു പാഠമാണ്, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. ആളുകളുടെ ക്രമീകരണമാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹ്യ ക്രമീകരണം എന്ന് പറയുന്നത്. പള്ളികൾ, സമപ്രായക്കാരുടെ ഗ്രൂപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് അല്ലെ, ഇതെല്ലാം എന്തിനു വരും? ആളുകളുടെ ക്രമീകരണത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ക്രമീകരണത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷനിൽ വരാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറയാം. ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ആളുകളെ ക്രമീകരിച്ചിരിക്കുന്നത്? സ്കൂളിലെ ആളുകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത് എന്താണ്? വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ റോൾ ആൻഡ് സ്റ്റാറ്റസ്. എന്തൊക്കെയാണ് റോളും സ്റ്റാറ്റസും തമ്മിലുള്ള വ്യത്യാസം? റോൾ എന്താണെടാ? റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പങ്ക് അല്ലെ. റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പങ്ക് അല്ലെ. ഒരു പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളെ അല്ലെങ്കിൽ അവകാശങ്ങളെ, ബാധ്യതകളെ, അതിനെയൊക്കെയാണ് എന്ന് വിളിക്കുന്നത് റോൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, റോളും അതുപോലെ തന്നെ സ്റ്റാറ്റസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം എക്സാമിന്. റോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പങ്ക്. ഞാൻ ചോദിക്കാം, നിനക്കതിൽ റോൾ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഒരു കാര്യത്തിൽ നീയുമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടോ, കണക്റ്റഡ് ആണോ അല്ലെ. നിനക്ക് ആ സിനിമയിൽ റോൾ ഉണ്ടോ, നീ അതിലുണ്ടോ? മനസ്സിലായോ? അപ്പൊ എക്സാമിന് ഇത് ചോദിച്ചിരിക്കുക. റോൾ ആൻഡ് സ്റ്റാറ്റസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോബും അതുപോലെ തന്നെ നമ്മുടെ ക്രൗഡും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ചെയ്ത് പഠിച്ചു. മോബ് എന്ന് പറഞ്ഞതും ക്രൗഡ് എന്ന് പറഞ്ഞത് എന്താണ്? ലഹളക്കൂട്ടവും ജനക്കൂട്ടവുമാണ്. അതുപോലെ നിങ്ങൾക്ക് 2 മാർക്കിന് കമ്പാരിസൺ ചെയ്ത് ചോദിക്കാം, എന്താണ് റോള്, എന്താണ് സ്റ്റാറ്റസ്? മാറിപ്പോയത്. റോൾ എന്ന് പറഞ്ഞ എന്താണ്? ഒരു പ്രത്യേക പദവിയുമായിട്ട്, മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രത്യേക പദവിയുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളെയാണ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ അവകാശങ്ങളെയാണ്. നിനക്കതിൽ റോൾ ഉണ്ടോ അല്ലെ, നിനക്ക് ആ വീട്ടിൽ റോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പൊ അതൊരു എന്താണ്? പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ, അവകാശങ്ങൾ, ബാധ്യതകൾ എന്നിവയുടെ കൂട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് റോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റസ് എന്തായിരിക്കാം? സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് സമൂഹത്തിൽ അത് എന്തായി മാറുന്നു? ഒരു ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ടീച്ചറായിട്ടോ മാറുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ അത് എന്തൊക്കെയോ ആയി മാറുകയാണ് അല്ലെ. അതിനൊരു പൊസിഷൻ അത് കിട്ടി, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? പദവി അല്ലെ. ആ കുട്ടി, അവൾ അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അച്ചീവ് ചെയ്യുന്നു അല്ലെ. അവൾ അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? അച്ചീവ് ചെയ്യുകയാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പദവി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വിദ്യാർത്ഥി ഡോക്ടർ ആകുന്നതോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകുന്നതോ ഡോക്ടർ ആകുന്നതോ അല്ലെങ്കിൽ നേഴ്സ് ആകുന്നതോ ഒക്കെ എന്താണ്? അതിന്റെ പദവിയാണ്, സ്റ്റാറ്റസ് ആണ്. അതോടുകൂടി അവളുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്?
മാറുന്നുണ്ട്. അപ്പൊ റോളും സ്റ്റാറ്റസും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതും? റോൾ എന്ന് പറഞ്ഞ എന്താണ്? ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെരുമാറ്റങ്ങൾ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റസോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് പഠിച്ച് അത് എന്തായി മാറുക? ഒരു ഡോക്ടറായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സിമ്പിൾ അല്ലേ ഈ പാഠം? റോളും സ്റ്റാറ്റസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റോള് ഒരു പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? പേരെന്താണ്? റോളിന്റെ മലയാളം പങ്കാണ്, സ്റ്റാറ്റസിൻ്റെത് പദവിയാണ്. മനസ്സിലായോ? പങ്കും പദവിയാണ്. പങ്കെന്ന് പറഞ്ഞാൽ നിനക്ക് അതിൽ പങ്കുണ്ടോ അല്ലെ? നമ്മൾ ചോദിക്കില്ലേ? സിമ്പിൾ ആണ് അല്ലെ? ഇതിന് ഡെഫിനിഷൻ കൊടുക്കുമ്പോഴാണ് ആധികാരികമായിട്ട് മാറുന്നത്. അത് പദവി എന്ന് പറയുമ്പോൾ എന്താണ്? നീ ആ സമൂഹത്തിൽ അച്ചീവ് ചെയ്യുന്ന ഒരു ഗോളാണ് അല്ലെ? ലക്ഷ്യമാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? പദവി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സോഷ്യൽ സ്ട്രക്ചർ നോക്കിയല്ലേ? സാമൂഹ്യ ഘടനയാണ്. വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹ്യമായി, ഇതിൽ കുറച്ച് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു പാഠഭാഗം വളരെ ചെറുതാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. സോഷ്യോളജി എന്ന് പറയുന്നത് ഈ സിമ്പിൾ സബ്ജക്റ്റ് ആണ് അല്ലെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട് എന്ന് കരുതിയ പഠിക്കാനുണ്ട്, ഇല്ലേന്ന് കേട്ടാ ഇല്ല. അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്, സിമ്പിൾ സബ്ജക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഈസി ആയിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. കാരണം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളെയാണ്. സമൂഹ സൊസൈറ്റി നടക്കുന്ന ഇൻസിഡൻസിന് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ സോഷ്യോളജി വരുന്നുള്ളൂ. വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ വലിയ ഇടാകൂട വർഷങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഹിസ്റ്ററി പോലെ ഇവിടെ വരുന്നില്ല, സോഷ്യോളജിയിൽ വരുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹ്യ ഘടന. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സാമൂഹ്യ ഘടന. എങ്ങനെയാണ്? വ്യവസ്ഥാപിതമായി നിയന്ത്രിക്കപ്പെടുകയോ സാമൂഹ്യമായി നിർവചിക്കപ്പെടുകയോ ചെയ്ത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ക്രമീകരണത്തെയാണെന്ന് വിളിക്കുന്നത് സാമൂഹ്യ ഘടന. സാമൂഹ്യ ഘടനയ്ക്ക് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്? മനുഷ്യന്റെ ആവശ്യങ്ങൾ അധിഷ്ഠിതമാണ് അല്ലെ? മനുഷ്യന്റെ ആവശ്യങ്ങളുള്ളത് എന്താണ്? അധിഷ്ഠിതമാണ്. പിന്നെ എങ്ങനെയാണ്? മനുഷ്യന്റെ പദവി മനസ്സിലാക്കുന്നുണ്ട്, റോൾ ആൻഡ് സ്റ്റാറ്റസ്. ഓക്കെ, സമുദായം, സമൂഹം, ഇതൊക്കെ ബന്ധപ്പെട്ട് രീതി, ആചാരം അല്ലെ, മൂല്യങ്ങൾ ഞാൻ പറഞ്ഞു വാല്യൂസ് ആയിട്ടുള്ളതായിട്ട് നമ്മൾ കണക്കാക്കണം. പരസ്പര ബന്ധിതമാണ് അവിടെ. അതാണ് സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്നത് അല്ലെ? ഓക്കെ, ഇനി അടുത്ത സോഷ്യൽ സിസ്റ്റം എന്താണ്? സാമൂഹ്യ സംവിധാനം. സമൂഹം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു സംവിധാനം വേണം. പരസ്പരം ഇടപെടുന്ന കുറെ ആളുകൾക്കോ അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഗമമാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക വ്യവസ്ഥ എന്ന് അർത്ഥമാക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ അല്ലെ? വ്യക്തികൾ തമ്മിലുള്ള ഇടപെടൽ, പരസ്പര ഉപാധികൾ ഉണ്ടായിരിക്കും, ആശ്രയത്തോടെ ഒരു ഡിപ്പെൻസി ഉണ്ടായിരിക്കും അല്ലെ? പിന്നെ എങ്ങനെയാണ്? സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആളുകളുടെ ക്രമീകരണത്തെയാണ് വിളിക്കുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ. നിരനിരയായി നിൽക്കുക, അതെങ്കിലും അങ്ങനെ ഓർത്തു വെക്കുക. ആളുകളുടെ ക്രമീകരണം, അതായത് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ആരൊക്കെയാണ്? ഡോക്ടർ, നേഴ്സ്, അങ്ങനെയുള്ള ഒരു ക്രമീകരണം കാണും. ആളുകളുടെ അവിടെ ഈ ഒരു വേർഡ് മറന്നു പോകരുത്. ആളുകളുടെ ക്രമീകരണത്തെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പള്ളികള്, സമപ്രായകരുടെ ഗ്രൂപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് ഒക്കെ എന്തിൽ വരും? നമ്മുടെ സോഷ്യൽ ഓർഗനൈസേഷനിൽ വരാം. റോളും സ്റ്റാറ്റസും മനസ്സിലായല്ലോ, പങ്കും പദവിയും മനസ്സിലായോ? ഈ പാഠത്തിൽ ഇത്രയൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് അന്നെന്നുള്ളത് വളരെ കൂട്ടിയിടരുത്. പഠിക്കാനുള്ള പോർഷൻസ് അന്നെന്ന് മനസ്സിലാക്കി പഠിക്കുക അല്ലെ? ഒരുപാട് എല്ലാ കുട്ടികളും പറയും ടീച്ചറെ ഒരുപാട് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഒരുപാട് പഠിക്കാനുള്ളത്? അന്നു തരുന്ന ക്ലാസ്, ഇപ്പൊ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റും കൂടെ എടുത്തു വെക്കുക. ടെക്സ്റ്റും ഈ ഒരു ക്ലാസ്സും കൂടെ കണ്ട് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ടെക്സ്റ്റിലോട്ട് പോകുക, അല്ലെ അടുത്ത പാഠത്തിലോട്ട് പോവുക. ഹിസ്റ്ററി ടെസ്റ്റ് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അതൊന്ന് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. തീർന്നു, അതോ അവിടെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് അവസാനം നിങ്ങൾ പരീക്ഷയുടെ ടൈമിൽ കൊണ്ടുവന്നിട്ട് അയ്യോ ഒന്നും എത്തിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങൾ ചെയ്യാനുള്ളത് അന്നത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക അല്ലെ? അല്ല എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, അതൊന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഉറങ്ങും മുമ്പ് അതൊന്ന് എന്ത് ചെയ്യുക, വായിച്ച് അതിനൊന്ന് അടച്ചു വയ്ക്കുക. ചിലപ്പോൾ ഒന്നും മനസ്സിലായി കാണൂലായിരിക്കും, പക്ഷെ നമ്മുടെ പഠനത്തിന്റെ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കുന്നത് നമുക്ക് എപ്പോഴും യൂസ് ആക്കാൻ വരുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കിടക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പിറ്റേന്ന് വായിച്ചതിന്റെ ചെറിയ അങ്ങും ഒരുപാട് കിട്ടിയില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്റെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക, മടിയും മലചുമക്കും എന്ന് പറയുന്നത് പോലെ, ആ പഴഞ്ചൊല്ല് പോലെ നമ്മൾ ആകാതെ എന്നും നിങ്ങൾ പഠനം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
കാരണം പഠിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. കാരണം നമ്മുടെ മെമ്മറി എങ്ങനെയാണ് അല്ലെ, ഷോർട്ട് മെമ്മറി എന്ന് ലോങ് മെമ്മറി എന്നൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് ഉണ്ട് അല്ലെ. അതുപോലെ ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അങ്ങ് പഠിച്ച ആ ഫ്ലോയിൽ പോകും. ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ആ ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും പോയി കാണും, ഇനി പഠിക്കാനുള്ള കാര്യങ്ങളും കൂടെ കാണുമ്പോൾ ആകെ കൂടെ എന്താണ് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് മിക്ക കുട്ടികളുടെ ഇടയിലും കണ്ടിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ള വേറൊന്നും ചെയ്യണ്ട, അന്നെന്നുള്ളത് അന്നു പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, ഒരു നോട്ട് എടുക്കുക, നോട്ട് തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു പഠനത്തെ ഒരു എന്താണ് പേടിക്കുന്ന ഭയപ്പെടുത്തുന്ന രീതിയിൽ സമീപിക്കാതെ ഒരു നല്ലൊരു എന്താണ് പോസിറ്റീവായിട്ട് പഠനത്തെ സമീപിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ടഫ് ഒന്നും അല്ല. നിങ്ങൾ +2 അങ്ങനെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ +2 നിങ്ങൾ ഭയങ്കര കടുകട്ടിയായിട്ട് വിചാരിക്കുകയേ ചെയ്യരുത്. ഇതിന് മുന്നേ ഇനി ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിന് പുറകെ ഇല്ലേ അല്ലെ, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ 10ാം ക്ലാസ്സും +2 ഒന്നും അല്ലായിരുന്നു എന്ന് ചിന്തിക്കും. അതാണ് നമ്മൾ പോകും തോറും, സ്റ്റെപ്പുകൾ കയറും തോറും കാഠിന്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ഒരു +2 എന്ന് പറയുന്നത് വളരെ ടഫ് ഒന്നും അല്ല. എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ചിന്തിക്കുക, മാക്സിമം നിങ്ങൾ പഠിക്കാനുള്ള ടൈം കണ്ടെത്തുക അല്ലെ. സമയം നമ്മളിലേക്ക് തേടി വരുന്നത് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സമയം ഒരിക്കലും എന്ത് ചെയ്യരുത്, വേസ്റ്റ് ആക്കാതെ. നിങ്ങളുടെ പരീക്ഷ ഉടനെ അടുത്ത് വരികയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് ജയിക്കണം, എന്റെ +2 എനിക്ക് കയ്യിൽ നേടണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കാനുള്ളത് മാക്സിമം പഠിക്കുക. ഇതുപോലെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്യുക, അത് യൂസ്ഫുൾ ആക്കുക അല്ലെ. ഇന്ന് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് വരുന്ന സൊസൈറ്റി തന്നെ ചേഞ്ച് ആണ്. അതാണ് നിങ്ങൾക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z കാര്യവും നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു നമ്മുടെ പൂർവികർക്ക്. നമുക്ക് ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതെല്ലാം യൂസ് ആക്കുക അല്ലെ. അതിനെ ദുർവിനിയോഗം ചെയ്യാനല്ല, മൊബൈൽ ഫോൺ ദുർവിനിയോഗം ചെയ്യാനല്ല പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതിന് ക്ലാസ് കാണാനായിട്ട് എടുത്ത് അതിനെ നമ്മൾ യൂസ് ആക്കി നിങ്ങളുടെ പഠനത്തെ അങ്ങനെ ഒന്ന് സമീപിച്ച് നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർഗ്ഗം കിട്ടും, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം തന്നെ വരും അല്ലെ. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു പോകുന്നത്, എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കും. നിങ്ങളെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുക. കഴിയാത്തതായിട്ട് ലോകത്തൊന്നും തന്നെ ഇല്ല. നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നും, പഠനമല്ലേ, അത് വളരെ ബാലികമാലയൊന്നും അല്ല, പഠനമാണ്. പഠനം എന്ന് പറയുമ്പോൾ അതിനൊരു നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് കൊയറ്റായിട്ടൊക്കെ സമീപിച്ച് നോക്കൂ. എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും, തീർച്ചയായിട്ടും റിസൾട്ട് അവിടെ കിട്ടും അല്ലെ. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ യൂസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് NIS കുട്ടികൾ കാണും അല്ലെ, +2, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ അല്ലെ. അവരും പഠിക്കുന്നതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കൂട്ടുകാർ കാണും, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെല്ലാം മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ, അതുപോലെ തന്നെ നല്ല സ്കോർ അവർക്ക് കിട്ടട്ടെ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് അറിയിക്കുക. എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ടുമായിട്ട് റീഗലൈൻ ഫാമിലി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.